ടു പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ് ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അതിൽ എക്സർസൈസ് 5.2ലെ പ്രോബ്ലംസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിൻറ്റ് സി ദെൻ ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് തെളിയിച്ചാലും മതി. ബട്ട് ദ കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. പക്ഷേ അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. ദാറ്റ് ഈസ് എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആകണമെന്ന് നിർബന്ധമില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകാം, ആകാതിരിക്കാം. അപ്പോൾ കണ്ടിന്യൂറ്റി നീഡ് നോട്ട് ഇംപ്ലൈ ഡിഫറൻഷ്യബിലിറ്റി. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആകുകയില്ല. എന്നാൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് മോഡുലസ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എന്നാൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. 5.2 പേജ് നമ്പർ 166. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് സൈൻ ഓഫ് എസ് സ്ക്വയർ പ്ലസ് 5. ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എസ് സ്ക്വയർ പ്ലസ് 5. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 5. എസ് സ്ക്വയർ പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. എസ് സ്ക്വയറിൻ്റേത് 5ൻ്റേത് 0. അപ്പോൾ ആൻസർ 2x ഇൻറ്റു കോസ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 5 എന്ന് കിട്ടുന്നു. കോസ് സൈൻ എക്സ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു കോസ് ഓഫ് സൈൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ്. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ്. ഇനി അകത്തുള്ള ഫംഗ്ഷനായ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടുന്നു. കോസ് എക്സ് ആദ്യം എഴുതാം. മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ്. ഓഫ് ടാൻ റൂട്ട് എക്സ്. y ഈസ് ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ്. കാരണം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ റൂട്ട് എക്സ് ആണ് വന്നിരിക്കുന്നത്. അഗെയിൻ ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സ്. ഇനി റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതുമ്പോൾ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സി സ്ക്വയർ റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ബൈ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി. അപ്പോൾ ഇവിടെ കോഷ്യൻ്റെ റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതായത് ഡെറിവേറ്റീവ് ഓഫ് യു ബൈ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. അത് തന്നെ ഇവിടെ. അപ്പോൾ ഡിനോമിനേറ്റർ ആദ്യം എഴുതാം. കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എ എസ് പ്ലസ് ബി മൈനസ് denominator into derivative of numerator minus numerator into derivative of denominator. അല്ലെങ്കിൽ യു ബൈ വി ആണെങ്കിൽ വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ ഓഫ് സി എക്സ് പ്ലസ് ഡി. ഇവിടെ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് എ എസ് പ്ലസ് ബിയുടേത് കോസ് ഓഫ് എ എസ് പ്ലസ് ബി. എ എസ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എ, ബി കോൺസ്റ്റൻ്റ് ആണ്. ഇനി മൈനസ് സൈൻ ഓഫ് എ എസ് പ്ലസ് ബി ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് സി എസ് പ്ലസ് ഡി. സി എസ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ് സി ബൈ കോസ് സ്ക്വയർ ഓഫ് സി എക്സ് പ്ലസ് ഡി. ഇനി ഇത് എ ഇൻറ്റു കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു കോസ് ഓഫ് എ എസ് പ്ലസ് ബി. രണ്ട് മൈനസ് വരുന്നു, അത് പ്ലസ് ആകുന്നു. സി ഇൻറ്റു സൈൻ ഓഫ് എ എസ് പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് സി എസ് പ്ലസ് ഡി ബൈ കോസ് സ്ക്വയർ ഓഫ് സി എസ് പ്ലസ് ഡി. ഇത്ര എഴുതിയാലും മതി. ഇനി വേണമെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡിനോമിനേറ്റർ രണ്ട് ടേമിന് സെപ്പറേറ്റ് കൊടുക്കാം. എ ഇൻറ്റു കോസ് ഓഫ് സി എസ് പ്ലസ് ഡി ബൈ കോസ് ഓഫ് എ എസ് പ്ലസ് ബി ബൈ കോസ് സ്ക്വയർ ഓഫ് സി എസ് പ്ലസ് ഡി. രണ്ടാമത്തെ ടേം സി ഇൻറ്റു സൈൻ ഓഫ് എ എസ് പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് സി എസ് പ്ലസ് ഡി ബൈ കോസ് സ്ക്വയർ ഓഫ് സി എസ് പ്ലസ് ഡി. ഇവിടെ കോസ് സ്ക്വയറിൻ്റെ ഒരു കോസ് ഓഫ് സി എസ് പ്ലസ് ഡിയും ഒരു കോസ് ഓഫ് സി എസ് പ്ലസ് ഡിയും ക്യാൻസൽ ആകുന്നു.
ബാക്കി a ഇൻറ്റു കോസ് ഓഫ് എ എസ് പ്ലസ് ബി ഇൻറ്റു 1/cos എന്ന് പറയുമ്പോൾ സീക്കാണ്. 1/cos ഓഫ് സി എക്സ് പ്ലസ് ഡിക്ക് വരും സീക്ക് ഓഫ് സി എസ് പ്ലസ് ഡി എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ സൈൻ ഓഫ് എ എസ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതി സൈൻ ഓഫ് സി എസ് പ്ലസ് ഡി ബൈ കോസ് ഓഫ് സി എസ് പ്ലസ് ഡി ഒരു കോസ് എടുക്കാം. സൈൻ ബൈ കോസ് എന്ന് പറയുമ്പോൾ ടാൻ ഓഫ് സി എസ് പ്ലസ് ഡി. പിന്നെ ഒരു കോസും കൂടെ ഉണ്ട് 1/cos ഓഫ് സി എസ് പ്ലസ് ഡി ഒരെണ്ണം കൂടി വരും. ആ 1/cosന് വരെ സീക്ക് എന്ന് എഴുതാം. അപ്പോൾ സീക്ക് ഓഫ് സി എസ് പ്ലസ് ഡി എന്ന് എഴുതാം.